അമ്മയുടെ ചിതാഭസ്മം കൊണ്ട് ഒരു കയ്യിൽ വേല് ഒരു കയ്യിൽ ചിതാഭസ്മം കൊണ്ട് ഞാനൊരു യാത്ര പോയി, ഭാരത പരിക്രമ യാത്ര. ഒരു മഞ്ഞ് ഫുള്ള് നിറഞ്ഞ മഞ്ഞ്, അവിടെ താടി വെച്ചിട്ട് ശിവഭഗവാൻ, എന്നിട്ട് ഒരാളെ കയ്യിൽ പിടിച്ച് അടുത്ത് നിർത്തി എൻ്റെ അമ്മ എനിക്ക് കാണിച്ചു കൊടുക്കണ്ട ശിവഭഗവാൻ, എന്നെ കാണിച്ചു കൊടുക്കണം, ഇതാ മകൻ വന്നു എന്ന് പറയണം. അമ്മ കൈവീശി കാണിച്ചിട്ടൊരു വിജയ ചിഹ്നം കാണിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് കരഞ്ഞു. അതിനുശേഷം ചേലിയം എന്നുള്ളൊരു വാക്ക് നമ്മുടെ മുമ്പിൽ അടിച്ചേൽപ്പിച്ച്, ഹോളിവുഡ് സിനിമകൾ അടിച്ചേൽപ്പിച്ചൊരു ചിത്രമുണ്ട്, ഒരു മൊട്ടത്തലയൊക്കെ ആയിട്ടുള്ളത്. അത് നമുക്ക് അവരടിച്ചേൽപ്പിച്ച ചിത്രമാണ്. ഗന്ധർവനെ എലിയനായിട്ട് പറയാം, വേറെ ഡയമെൻഷൻ എന്ന് പറയാം. അവരൊന്നും ഭൂമിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരല്ല. നമ്മുടെ 3 ഡയമെൻഷനിൽ നമ്മൾ ജീവിക്കുമ്പോൾ 4ാമത് ഡയമെൻഷൻ ടച്ച് ചെയ്ത ഒരാൾ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം അറിയില്ല അറിയില്ല. ഈ പുസ്തകം വായിക്കുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി വായിച്ച്, അങ്ങനെയാണ് അതിനൊരു ഒഴുക്ക്, വായനയുടെ ഒഴുക്കുണ്ട് അതിന്, ഓരോ അനുഭവങ്ങളും നമുക്ക് കൂടി അനുഭവിക്കുന്ന രീതിയിൽ. പക്ഷേ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട, ഹൈലൈറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങയുടെ അമ്മയോടുള്ള സമർപ്പണമാണ്. അമ്മയിലൂടെ അറിവിനെ കാണുക, അല്ലെങ്കിൽ ലോകത്തെ കാണുന്ന ഓരോരുത്തരും എപ്പോഴും അമ്മ എന്ന് പറയുന്നൊരു ശക്തി ഉള്ളിൽ സൂക്ഷിക്കും. അത് ഈ പുസ്തകത്തിലുടനീളം നമുക്കിങ്ങനെ അമ്മ എന്ന സാന്നിധ്യം ഇങ്ങനെ പ്രകടമായി നിൽക്കുന്നത് കാണാം. അപ്പോൾ അമ്മയെക്കുറിച്ച് കൂടി ഒന്ന് കേൾക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്, അങ്ങയിൽ നിന്ന് അങ്ങയുടെ അമ്മയെക്കുറിച്ച്. ഞാൻ ഈ ബുക്ക് സമർപ്പിച്ചത് പഴനിയാണ്ടവനും എന്നെ തിരഞ്ഞെടുത്ത, ഞാനറിയാതെ തിരഞ്ഞെടുത്ത പഴനിയാണ്ടവനും എൻ്റെ പൊറ്റു വളർത്തിയ അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്. അമ്മ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ചാലകശക്തി തന്നെയാണ്. എപ്പോഴും കാരണം അച്ഛൻ്റെയൊക്കെ മരണത്തിന് ശേഷം ഒരുപാട് കാലം ഞാൻ കല്യാണം കഴിയണവരെ അമ്മ തന്നെയായിരുന്നു. പിന്നെ ഒപ്പം എൻ്റെ ഈ കാര്യത്തിൽ പിന്നിൽ നിന്നിട്ട് എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ള 2 പേര് എൻ്റെ ഭാര്യ അമ്മയാണ്. അപ്പോൾ അമ്മയുടെ ആ ഒരു മരണം എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ചിതാഭസ്മം കൊണ്ട്, ഒരു കയ്യിൽ വേല് ഒരു കയ്യിൽ ചിതാഭസ്മം കൊണ്ട് ഞാനൊരു യാത്ര പോയി, ഭാരത പരിക്രമ യാത്ര. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മിക്കുന്നൊരു യാത്രയാണത്. അത് ശങ്കരാചാര്യ സഞ്ചരിച്ച വഴിയിലൂടെയുള്ളൊരു സഞ്ചാരമായിരുന്നു. ഞാൻ അവിടുന്ന് ഭാരതപ്പുഴയിൽ നിന്ന് ബലിതർപ്പണമിട്ട് പുരി പോയി അവിടെ ചെയ്ത്, അവിടുന്ന് അന്ന് നമ്മുടെ കുംഭമേള നടക്കുകയാണ്. ആ കുംഭമേളയിൽ പോയിട്ട് ആ പുണ്യ നദി സമയത്ത് തന്നെ അതിൻ്റെ വിവരണം ഞാൻ ചെയ്തിട്ട്, അത് ബലിയിട്ട് ഹിമാലയം കയറി ബദ്രിനാഥ് നടത്തിയിരിക്കുകയാണ്. ജോഷിമഠിൽ പോയി അവിടെ ഒരു മരത്തിൻ്റെ കീഴിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരു കാഴ്ച കാണുകയാണ്. ഒരു ഫുള്ള് നിറഞ്ഞ മഞ്ഞ്, അവിടെ താടി വെച്ചിട്ട് ശിവഭഗവാൻ, എന്നിട്ട് ഒരാളെ കയ്യിൽ പിടിച്ച് അടുത്ത് നിർത്തി എൻ്റെ അമ്മ എനിക്ക് കാണിച്ചു കൊടുക്കണ്ട ശിവഭഗവാൻ, എന്നെ കാണിച്ചു കൊടുക്കണം, ഇതാ മകൻ വന്നു എന്ന് പറയണം. അമ്മ കൈവീശി കാണിച്ചിട്ടൊരു വിജയ ചിഹ്നം കാണിക്കുന്നുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് കരഞ്ഞു. അതിന് ശേഷം പിന്നെ അവിടുന്ന് ഞാൻ കാശി വന്നു, ഗയയെ വന്നു, ദ്വാരകയെ വന്നു, കാഞ്ചീപുരം വന്നു. അവസാനം പഴനിയിൽ ഷൺമുഖ നദിയിൽ കുളിച്ച് തൊഴുത് പഴനാണ്ടവൻ്റെ പാദത്തിൽ വീണ ശേഷമാണ് ആ പരിക്രമം, 16 ദിവസം നീണ്ട പരിക്രമം പൂർത്തീകരിച്ചത്. അതൊരു ജീവിതത്തിൽ വല്ലാത്തൊരു യാത്രയായിരുന്നു. കാരണം ഇന്ത്യയുടെ ഒരു ഭാരത പരിക്രമം നടത്തി ശരിക്കും ഭഗവാന്റെ അനുഗ്രഹത്തിൽ അമ്മയുടെ ചിതാഭസ്മം കൊണ്ട്. അത് അമ്മയ്ക്ക് വേണ്ടി ചെയ്യാവുന്നതിലും ഏറ്റവും ഉചിതമായൊരു എല്ലാ പുണ്യസ്ഥലങ്ങളിലും പോയി ദർപ്പണം ചെയ്ത് അങ്ങനെ ഒരു യാത്ര. അത് കൊറോണ ടൈമായിരുന്നു ശരിക്കും. അവിടെയും ഓരോ സമയത്ത് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ അവിടെ ഉണ്ടായിരുന്നു. കാരണം എല്ലാ എയർപോർട്ടിലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിങ് ആണ്. ഒരു ജലദോഷം വന്നാൽ അവരവിടെ പിടിച്ചു നിർത്തും. എങ്ങാനും ടെസ്റ്റിൽ ഇതൊക്കെ ഓടായി കഴിഞ്ഞാൽ ചിതാഭസ്മം കൊണ്ട് വല്ല ആംബുലൻസിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു അവസ്ഥ ആലോചിക്ക്. പക്ഷേ ഒന്നും ഉണ്ടാവാണ്ട് ഞാൻ കടന്നുപോയി. അത് കുംഭമേളയിൽ പങ്കെടുക്കാൻ പറ്റി ഏറ്റവും പ്രധാനമായിട്ട്. അതെപ്പോഴും ആത്മീയമായ യാത്രകളിലൊക്കെ എപ്പോഴും അങ്ങനെയല്ലേ അല്ലേ, തടസ്സങ്ങൾ വരുന്നു എന്ന് നമ്മൾ പലപ്പോഴും കാണും. പക്ഷെ എങ്ങനെയോ എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ വന്ന് നമ്മളെ വഴിതെളിയിക്കുന്നതും കൊണ്ടുപോകുന്നതും. തീർച്ചയായും നമ്മളെ നയിക്കണ ശക്തികള് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ നമുക്കത് സംശയം വരുന്നുണ്ടാവും. അത് നമ്മളെ കൊണ്ട്, എനിക്ക് തോന്നുന്നത് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുകയുള്ളൂ. അങ്ങനെ തോന്നിപ്പിച്ചിട്ട് നമ്മളൊരു ഘട്ടം കഴിയുമ്പോൾ ആ തോന്നൽ മാറും. ഉണ്ട് എന്തുകൊണ്ട് ഉണ്ട് എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മൾ ഉയർത്താൻ വേണ്ടി ചെയ്യണതാണ് ഈ ട്രെയിനിങ് ആണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എൻ്റെ ട്രെയിനിങ് ഒരു വല്ലാത്ത ട്രെയിനിങ് ആയിരുന്നു. സ്ട്രിക്റ്റ് ട്രെയിനറാ ഒരു ഭയങ്കര ട്രെയിനിങ് തന്നിട്ടാണ് എന്നെ ഈ ഒരു പൊസിഷനിൽ കൊണ്ട് ഇരുത്തിയത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞിട്ടാണ് എനിക്ക് പുറത്ത് പറയാനുള്ള അനുവാദം പോലും തന്നത്. പിന്നെ ഓരോ ഡ്യൂട്ടി കഴിഞ്ഞ് ആ ലെവലിൽ എത്തുമ്പോൾ കേരളത്തിൽ സംസാരിച്ച് തുടങ്ങിയത് ഞാൻ എപ്പോഴാണ്, കഴിഞ്ഞ ആഗസ്റ്റ് തൊട്ട്. അങ്ങനെ ഓരോ സ്പിരിച്വാലിറ്റിയിൽ ക്ഷമ വളരെ ഇമ്പോർട്ടൻ്റാണ്. ക്ഷമയോടുകൂടി നിന്നാൽ മാത്രമേ നമുക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എപ്പോഴും പോകാൻ പറ്റുള്ളൂ. ഒരിക്കലും നമ്മുടെ ഐഡിയകൾ, നമ്മുടെ ബുദ്ധി, നമ്മുടെ
പ്ലാനിങ് ഒക്കെ വലിച്ചു തൂക്കി പുറത്തേക്ക് ഇടണം സ്പെഷ്യാലിറ്റിയിൽ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അതെ, മറ്റൊരാളുടെ പദ്ധതിക്ക് നമ്മൾ വിട്ടുകൊടുത്ത അതാണ് സറണ്ടർ, സമർപ്പണം എന്നുള്ളത്. ഒരു വെള്ളം പോലെ ഒഴുകാൻ തയ്യാറായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ തേടി എല്ലാതും വരും. ഈ അമ്മയുടെ കാര്യത്തിലും എനിക്ക് അമ്മയുടെ ആ ഒരു എനർജി ഇപ്പോഴും ഈ മിഷന് തുടർച്ചയായി കിട്ടേണ്ടതെന്നുള്ളൊരു ധൈര്യം എനിക്ക് എപ്പോഴും ഉണ്ട്. അതാണ് നമ്മൾ പിതൃക്കളുടെ പുണ്യം എന്ന് പറയുന്നത്. അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ ശ്രദ്ധ എല്ലാ കാലത്തും നമ്മളിലുണ്ടാകും. ആ ഊർജ്ജവും ചൈതന്യവും നമ്മളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സ്പിരിച്വലാണ്, അല്ലെങ്കിൽ ആത്മീയമായ യാത്രയിൽ പതറാതെ മുന്നോട്ട് പോവുക. പലപ്പോഴും ഉണ്ടാകുന്ന ദുഃഖങ്ങളും അല്ലെങ്കിൽ തടസ്സങ്ങളുമൊക്കെ ഒരു ട്രെയിനിങ് ആണെന്ന് മനസ്സിലാക്കുക, നമ്മളെ പ്രാപ്തരാക്കുകയാണെന്നറിയുക. ഒരു വളരെ മഹത്തരമായ ഉദ്യമമാണ് അങ്ങയുടേത്. ഡ്യൂട്ടി എന്നങ്ങ് പറഞ്ഞു, പക്ഷേ ഇത് നിയോഗം എന്ന് നമുക്ക് മലയാളീകരിച്ച് പറയുമ്പോൾ ഇതൊരു വലിയ നിയോഗം അല്ലെങ്കിൽ ജന്മപുണ്യം എന്ന് പറയാം. പക്ഷേ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഇപ്പോൾ അങ്ങ് പറയേണ്ടായി അന്യഗ്രഹങ്ങളിൽ നിന്ന് ഏലിയൻസ് ഇവിടേക്ക് വരുന്ന ഒരു അവസ്ഥ, പിന്നെ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ആ ഒരു സ്പിരിച്വൽ യൂണിറ്റി വീണ്ടും ഉണ്ടാകുന്നത്. ഇതൊക്കെ എത്ര കാലം, അല്ലെങ്കിൽ ഏലിയൻസ് ഇവിടേക്ക് വരിക എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിന് തയ്യാറായ ഒരു ജനസമൂഹത്തെ ഇവിടെ വാർത്തെടുക്കുന്ന ഉത്തരവാദിത്വം കൂടി നമ്മളിൽ ആരെങ്കിലും. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ 2 കൊല്ലം മുമ്പ് ഭഗവാന്റെ നിർദ്ദേശത്തിൽ ഒരു ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. ഉജ്ജയിനിൽ 40 അടി ഉയരത്തിൽ ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട്, പഴനിയിലും വെച്ചിട്ടുണ്ട്. അന്ന് ഭഗവാൻ പറഞ്ഞ കാര്യം ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു അടയാളം, എനർജി അടയാളമാണ്. കുമാരികാണ്ഡത്തിൽ നിന്ന് അനദർ ഡയമെൻഷനിലേക്ക് പോയ ആൾക്കാർ തിരിച്ചു വരാൻ വേണ്ടി ഭഗവാൻ കൊടുക്കുന്ന ഒരു അടയാളം. ഇനി നമുക്ക് ഏലിയൻസിനെ കുറിച്ചിട്ടുള്ള ഇത്ര വാർത്തകൾ ധാരാളം കേൾക്കാം. ഈ അടുത്ത കാലത്ത് ധാരാളം വാർത്തകൾ ഏലിയൻസിനെ കുറിച്ചിട്ട് നമ്മൾ പത്രവാർത്തകൾ പല സ്ഥലത്ത്, നമ്മൾ മേഘാലയ അടക്കമുള്ള പല സ്ഥലത്തുനിന്ന് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വേറെ ഇതിലൊരു വിഷയം വെച്ചാൽ ഏലിയൻ എന്നുള്ളൊരു വാക്ക് നമ്മുടെ മുമ്പിൽ അടിച്ചേൽപ്പിച്ച്, ഹോളിവുഡ് സിനിമകൾ അടിച്ചേൽപ്പിച്ചൊരു ചിത്രമുണ്ട്, ഒരു മൊട്ടത്തലയൊക്കെ ആയിട്ടുള്ളത്. അത് നമുക്ക് അടിച്ചേൽപ്പിച്ച ചിത്രം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 96 ഞാൻ ഒരു സിനിമ കാണാൻ പോയിട്ടുണ്ട്, ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞ പടം. അതിൽ ഏലിയൻസ് ഭൂമിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. അമേരിക്ക ആർമിയെ അവരെ തോൽപ്പിക്കുന്നു. വേറെ ആരെയല്ല, അമേരിക്ക ആർമിയാണ് തോൽപ്പിക്കുന്നത്. ജൂലൈ 4th തോൽപ്പിക്കുന്നത്. അവരുടെ സ്വാതന്ത്ര്യ ദിനത്തിലാണ് തോൽപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം ലോകത്തിന്റെ സ്വാതന്ത്ര്യ ദിനം. അതപ്പോൾ അത്ര ചില കോഡുകളൊക്കെ അത് പവർഫുള്ളായ കൺട്രീസ് ബാക്കിയുള്ള ആൾക്കാരിൽ അടിച്ചേൽപ്പിക്കും. അപ്പം നമുക്കറിയാണ്ട് നമുക്ക് അത്രയൊരു ചിന്താരീതി നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ പുരാണങ്ങൾക്ക് വരുമോ, നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗന്ധർവ ലോകമുണ്ട്, ഗന്ധർവനെ എലിയനായിട്ട് പറയാം, വേറെ ഡയമെൻഷൻ എന്ന് പറയാം. അവരൊന്നും ഭൂമിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരല്ല, നമ്മുടെ ഒന്നും ഭൂമിനെ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരല്ല. അത് പക്ഷെ നമ്മൾ അങ്ങനെ വരുത്തിയതാണ്. പക്ഷെ നമ്മൾ ഇവർ വരാൻ പോകുന്നത്, കുമാരിയാണത്തിൽ ആൾക്കാർ വരാൻ പോകുന്നത് ഭൂമിനെ അറ്റാക്ക് ചെയ്യാനല്ല, നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് പുതിയ അറിവുകൾ തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നേരത്തെ ചോദിച്ചുള്ളൂ ആൾക്കാരെ അതിന് തയ്യാറാക്കണേന്ന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കൊടി വെച്ചിട്ട് പറഞ്ഞത്. നമ്മൾക്ക് ഇതിന് ശേഷം ഇനിയുള്ള വാർത്തകൾ ധാരാളം കേൾക്കുന്നു. ഇത്തരം വാർത്തകൾ കണ്ടിന്യൂസ് കേട്ട് നമ്മുടെ മനസ്സ് സമരസപ്പെടും. അവരെ സ്വീകരിക്കാൻ സമരസപ്പെടും. ഊർജ്ജം അവിടുത്തെ ആ ഊർജ്ജം കറക്റ്റായിട്ട് വരും. അവർ റിസീവ് ചെയ്യാൻ നമ്മൾ ഇത്ര ഡ്യൂട്ടികളിലൂടെ ആ സമയത്ത് അവർ ഭൂമിയിൽ എത്തും. അവര് എനർജി ആയിട്ടായിരിക്കും വരിക, അതോ രൂപങ്ങൾ സ്വീകരിച്ചിട്ട്? തീർച്ചയായും രൂപങ്ങൾ സ്വീകരിച്ച് തന്നെയായിരിക്കും. പക്ഷെ അവർ നമ്മളെ ഗൈഡ് ചെയ്യാൻ വരുന്നവരായിരിക്കും. അവരിൽ നിന്ന് നമുക്ക് സഹായങ്ങളെ കിട്ടുള്ളൂ. ഭൂമിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരാവില്ല. അതല്ലാന്നൊരു തോന്നൽ നമുക്ക് വേണം. കാരണം നമ്മൾ ഇന്ദ്രനെ പോലെ വരുന്നവരെല്ലാം നമ്മളുടെ സ്ഥാനം കൊണ്ടുപോകാൻ വരുന്നവരാണെന്നുള്ള ചിന്ത മാറണം. നമുക്ക് ഇപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അവര് ഗൈഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാർ, നമ്മൾ പല ആൾക്കാരുടെയും മഹാമാരിയുടെ പുസ്തകങ്ങളിൽ അവരുടെ അനുഭവങ്ങളിൽ എഴുതിയിട്ടുണ്ടാവില്ല, വേറെ ലോകത്തുനിന്ന് വന്നിട്ട് അവർ ഗൈഡ് ചെയ്ത് തിരിച്ചു പോയി എന്നുള്ളത്. അത് ടൈം എന്നുള്ളൊരു 4 ഡയമെൻഷൻ എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി നമുക്കിതിന് ഇതാക്കണം. എൻ്റെ ബുക്കിൻ്റെ ഇംഗ്ലീഷ് ബുക്കിൻ്റെ വരെ മൈ മാസ്റ്റേഴ്സ് ഫ്രം ദ 4th dimension എന്നാണ്, വേറൊരു ഡയമെൻഷൻ അപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഒരു സാധാരണ മനുഷ്യൻ 4th dimension ടച്ച് ചെയ്യണവരെയാണ് ഈ ബുക്കിൽ. അത് നമ്മളെപ്പോഴും ജീവിക്കുന്നത് 3 ഡയമെൻഷനിലാണ്, നീളം, വീതി, ഉയരം. നമ്മളെല്ലാം നമ്മുടെ ലോകം നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. ഒരു ഡയമെൻഷൻ മാത്രമുള്ള ജീവിക്കുന്ന ഒരാൾ നമ്മൾ 3 ഡയമെൻഷനിലുള്ള നമ്മൾ അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. കാരണം അവരുടെ ലോകത്തിന് അങ്ങനെ ഇല്ല, വേറെ ഡയമെൻഷനിൽ. അതേപോലെ നമ്മുടെ 3 ഡയമെൻഷനിൽ നമ്മൾ ജീവിക്കുമ്പോൾ 4ാമത് ഡയമെൻഷൻ ടച്ച് ചെയ്ത ഒരാൾ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം അറിയില്ല അവർക്ക്. പക്ഷെ അത് സയൻസ് പറയുന്നുണ്ട്. തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നമ്മുടെ ഐൻസ്റ്റീൻ അതിനൊരു സാധ്യത പറയുന്നുണ്ട്. സ്പേസ് ടൈം എന്നുള്ളതിൽ ടച്ച് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയാണ് നമ്മൾ വാം ഹോൾ, ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയും. അവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരാളെ, ഒരു തമിഴ്നാട്ടിൽ ജനിച്ച് ഒരാളെ നമുക്ക് ഓർമ്മിക്കണം, രാമാനുജൻ. അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യനായിരുന്നു. കുംഭകോണത്ത് ജനിച്ച് 32 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ള അദ്ദേഹം. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയിട്ട് നല്ലൊരു മാത്തമാറ്റീഷ്യനായിരുന്നു. അദ്ദേഹം ഏത് കണക്ക് പറഞ്ഞാലും സൊല്യൂഷൻ ഒരു നിമിഷം കൊണ്ട് ചെയ്തിരുന്നു. പക്ഷെ എങ്ങനെ കിട്ടി ആൾക്കറിയില്ല. ഇത് എങ്ങനെയാണ് ഈ ഉത്തരം കിട്ടിയത് ചോദിച്ചാൽ ആൾക്ക് പറയാറിയില്ല. പക്ഷെ ഉത്തരം കറക്റ്റാണ്.
ഇത് അവരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. അവസാനം അവർ ചോദിച്ചു ഇതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ പ്രൊഫസറോട് അവസാനമാണ് ഇദ്ദേഹം പറയണത്, എൻ്റെ ഗ്രാമത്തിലെ എൻ്റെ ദൈവമാണ് എനിക്ക് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു മാത്തമാറ്റീഷ്യൻ, ഇത്രയും പ്രസിദ്ധമായ മാത്തമാറ്റീഷ്യൻ ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഗ്രാമത്തിലെ ദൈവമാണ് ഇത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നു. മരിക്കുന്നതിന് തൊട്ടുമ്പോൾ കുറേ കണക്കുകളൊക്കെ എഴുതി വെച്ചു. അദ്ദേഹം അത് നഷ്ടപ്പെട്ടു അദ്ദേഹം മരണശേഷം. ഒരു 60 കൊല്ലത്തിന് ശേഷമാണ് അത് തിരിച്ചു കിട്ടുന്നത്. അതിനെക്കുറിച്ച് സ്റ്റഡിയും പിന്നെ ഒരു 20 കൊല്ലത്തോളം പോയി. അപ്പോൾ അതിൽ മനസ്സിലായത് ബ്ലാക്ക് ഹോളിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ബ്ലാക്ക് ഹോൾ എന്താണെന്ന് സയൻസിന് അറിയില്ല. പക്ഷെ അദ്ദേഹം അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ കിട്ടി? അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദൈവം പറഞ്ഞു കൊടുത്തു. ഈവൻ നമ്മൾ വാൽമീകി രാമായണത്തിലും പറയുന്നുണ്ടല്ലോ, വാൽമീകി രാമായണത്തിലും എവിടെയൊക്കെയോ ഈ ബ്ലാക്ക് ഹോളിനെ കുറിച്ച് സ്വയംപ്രഭ ഇരിക്കുന്ന ഗുഹ എന്ന് പറയുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഹോളാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ജ്ഞാനം വാൽമീകിക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് ഇദ്ദേഹത്തിലേക്ക് ഈ ഒരു അല്ലെ ദേശദേവത അല്ലെങ്കിൽ നമ്മുടെ പരദേവത എന്ന് പറയുന്ന പോലെ തീർച്ചയായും അദ്ദേഹം ഒരു വേറെ ഡയമെൻഷനെ ടച്ച് ചെയ്ത കാരണമാണ് അദ്ദേഹത്തിന് അറിവ് കിട്ടിയത്. അപ്പോൾ അവിടെയാണ് ഈ ബ്ലാക്ക്. അതേപോലെയാണ് വാം ഹോൾ എന്ന് പറയുന്നത്. വാം ഹോൾ എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എളുപ്പം സഞ്ചരിക്കാവുന്ന കാര്യങ്ങളാണ്. ഒരു ഡയമെൻഷനിൽ നിന്ന് വേറെ ഡയമെൻഷനിലേക്ക് സഞ്ചരിക്കാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സയൻസ് അത് തിയറിക്കലി ആക്സെപ്റ്റബിൾ ആണ്, പ്രാക്ടിക്കലായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ സിദ്ധന്മാർക്ക് അത് അറിയായിരുന്നു. അതുകൊണ്ടാണ് സിദ്ധന്മാർ ഇവിടെ കണ്ടു വേറെ സ്ഥലത്ത് കണ്ടു എന്ന് പറയുന്നത്. അതേപോലെ ഇവിടുന്ന് സിദ്ധന്മാർ വേറെ സ്ഥലത്ത് പോയിട്ട് അവർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരും ഉപദേശം കൊടുക്കുന്നുണ്ട്. നമ്മൾ ചില മതങ്ങളിൽ കാണാം ഒരു മാലാക വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷമാണ് ആ മതം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു പുതിയ അറിവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറൊരു ഡയമെൻഷൻ നിന്ന് കൊടുത്തിട്ടുള്ള അറിവാണത്. അപ്പോൾ ഈ വാം ഹോള് ടച്ച് ചെയ്യുന്ന ഒരാൾക്ക് വേറൊരു ഡയമെൻഷനെ ടച്ച് ചെയ്യാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ അത്രയൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു വട്ടം ഇരിക്കുമ്പോൾ ശിവഭഗവാൻ കറുത്ത രൂപത്തിലും ഭീമാകാരം വലിയൊരു രൂപത്തിൽ കാണുകയും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആ വാം ഹോൾ ടച്ച് ചെയ്യുകയും കാണുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് എൻ്റെ അടുത്തൊരു സ്റ്റേജിലേക്ക് ഞാൻ മാറിയത്. പല ആൾക്കാരും എനിക്ക് ആ വാം ഹോൾ ആ ഡയമെൻഷനിൽ എനിക്ക് വന്ന് കാണാൻ പറ്റിയിട്ടായിരുന്നു. പലവരെയും ഞാൻ അതിനുശേഷം ഓരോ മെസ്സേജുകളിലൂടെ സഞ്ചരിച്ച് പുതിയ പുതിയ ഡ്യൂട്ടികൾക്ക് എത്തിപ്പെട്ടു. അപ്പോൾ ആ ഒരു ടൈമാണ് ഈ ഏലിയൻസായിട്ടൊക്കെ കണക്ട് ചെയ്ത് വരുമ്പോൾ അവർ നമ്മളെ ആ ഒരു ഡയമെൻഷനിൽ നമ്മുടെ അടുത്ത് വരികയും നമുക്ക് ഗൈഡൻസ് ചെയ്യേണ്ട ഒരു കാലഘട്ടം ആയി എന്ന് ഞാൻ പറയുന്നത്. അത് ഇത്തരം വാർത്തകളിലൂടെയാണ് അത് നമുക്ക് നമ്മളെല്ലാവരും സമൂഹം അതിനോട് പൊരുത്തപ്പെടും. ഇത്ര വാർത്തകൾ തുടർച്ചയായി കേട്ട് അവസാനം അവർ അതേ സമയത്ത് എത്തി. അതിനു മുമ്പ് ഇവിടുത്തെ ഊർജ്ജം, എനർജി മുരുകത്തിന് വേണ്ടിയിട്ടുള്ള ലെവലിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് കേട്ടിരിക്കുമ്പോഴാണ് യുഗപ്പിറവിക്ക് മുമ്പിൽ എന്നുള്ള ഈ ടൈറ്റിൽ എത്രത്തോളം അർത്ഥവത്താണെന്ന് മനസ്സിലാക്കുന്നത്. അതായത് നമുക്ക് വേണ്ടി നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഈ സംസ്കാരത്തെയും ഈ ജ്ഞാനത്തെയും ഒക്കെ പരുവപ്പെടുത്തി തന്നവർ, മറ്റൊരു ദേശത്തേക്ക് യാത്ര ചെയ്തു പോയവർ മടങ്ങി വരികയും അവർ നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ആ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി എന്നോ ആരെങ്കിലുമൊക്കെ ആക്രമിച്ച് നശിപ്പിച്ചു എന്നോ ഒക്കെ കരുതുന്ന ആ അമൂല്യമായ സമ്പത്തുകളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നും അവർ നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് നൽകുക, അവർ നമുക്ക് വഴികാട്ടികളായിരിക്കും എന്നുള്ളതിനും അപ്പുറത്ത് മറ്റൊരു പ്രതീക്ഷയും അല്ലെങ്കിൽ അതിനും അപ്പുറത്തൊരു വലിയ പ്രത്യാശ നമുക്ക് ലഭിക്കാനില്ല ശരിക്കും. അപ്പോൾ ശരിക്കും LMRK അതിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുമ്പോൾ ഈ ലോകം മുഴുവൻ അതിലേക്ക് അങ്ങനെയുള്ള ഒരു ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഹിന്ദു എന്ന പദം ശരിക്കും പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ ജനിച്ച ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ അർഹതയുള്ളതല്ല. ലോകത്തിൻ്റെ പല ഭാഗത്തും അല്ലേ ആ ജ്ഞാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഊർജ്ജത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിലകൊള്ളുന്ന മനുഷ്യരുണ്ട്. അവർ ഈ സത്യത്തെ തിരിച്ചറിയുകയും ഈ സംസ്കാരത്തിൻ്റെ ഊർജ്ജത്തെ തിരിച്ചറിയുകയും തിരിച്ചു വരികയും ചെയ്യുന്ന എല്ലാ ഇടത്തു നിന്നും കാണാൻ പറ്റുന്ന നീളവും വീതിയും ഉയരവും എന്നുള്ള തലത്തിൽ നിന്നും മാറി ഒരല്പം കൂടി മറ്റൊരു കാഴ്ചപ്പാടിലൂടെ മറ്റൊരു ഡയമെൻഷനിലൂടെ കാര്യങ്ങളെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള മാനസികമായ പക്വതയിലേക്ക് ഓരോ മനുഷ്യരും ഉണരുവാനുള്ള ശ്രമം കൂടി ഇവിടെ നടത്തപ്പെടുന്നുണ്ട്, നമ്മളറിയാതെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ലോകം മുഴുവനും ഭാരതത്തെ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് പുറത്തേക്ക് പോയതൊക്കെയും തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ലോകത്ത് നിന്ന് പോയവർ വരുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിൽ നിന്ന് നമുക്കൊരു പക്ഷേ ഒരു കാലത്ത് പോയതെന്ന് കരുതുന്നതെല്ലാം തിരിച്ചു വരുന്നത് കൂടിയാണ് എന്നത് തന്നെ അത് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുമുണ്ട്. അതാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഈ ഒരു ടൈറ്റിൽ നമുക്ക് ഒരു പ്രത്യാശയാണ് നൽകുന്നത് എന്ന്. ഈ പ്രത്യാശ ശരിക്കും മനുഷ്യജന്മത്തിൻ്റെ ഉണർവുകളെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അത് പക്ഷേ സാക്ഷിയാകുവാനുള്ള മഹാഭാഗ്യം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട്. കാരണം ഒരു കാലഘട്ടം ഇതറിയാതെ കടന്നു പോയിട്ടുണ്ടാവും, അറിഞ്ഞു കടന്നു പോയൊരു കാലഘട്ടം, അറിയാതെ കടന്നു പോകുന്നൊരു കാലഘട്ടം, അറിഞ്ഞും അറിയാതെയും കടന്നു പോകുന്ന നമ്മുടെ കാലഘട്ടം. ഇവിടെ നിന്ന് അറിയുന്നവർ മാത്രമുള്ളൊരു കാലഘട്ടത്തിന് വാതിലാവുക അല്ലെങ്കിൽ വഴിയാവുക എന്ന് പറയുന്നൊരു ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പം നിൽക്കുന്നതല്ലേ. നമ്മളൊരു ചരിത്രം തിരുത്തുമ്പോൾ ഒരു വലിയ കൂട്ടല്ല ചെയ്യുക, കുറച്ച് ആൾക്കാർ ചെയ്ത് ബാക്കിയുള്ളവർ ഫോളോ അപ്പ് ചെയ്യുക.
നമ്മുടെ ഈ ഭൂമിയിൽ റോ എനർജി എന്ന് പറഞ്ഞൊരു എനർജിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൾക്കാരാണ് സോൾസ് അവിടെ നിന്നാണ് ഉൽപ്പാദിക്കപ്പെടുന്നത്. ആ സോൾസ് ട്രാവൽ ചെയ്തിട്ട് ഒരു പ്യുവർ എനർജി ഗോഡ് എന്നുള്ള എനർജിയിൽ മെർജ് ആവുന്ന സഞ്ചാരപഥമാണ് ഒരു ആത്മാവിൻ്റെ ജീവിതക്രമം. ശുദ്ധവിദ്യ എന്ന് പറയുന്നത്. അതെ. പക്ഷെ അവർക്ക് ഒരിക്കലും മെർജാവാൻ പറ്റില്ല. ഈ മെർജാവണമെങ്കിൽ ഈ ആത്മാവ് ശുദ്ധമാവണം. കാരണം ശുദ്ധമായ എനർജി അതിനാണ് നമ്മൾ വിഷ്ണുപാദം പോക്കുക, മോക്ഷം കിട്ടുക, ശിവപാദം. അപ്പോൾ ഈ പോകുമ്പോൾ ഈ ട്രാവൽ ചെയ്യാൻ സഹായിക്കാനുള്ള ഒരു ഇതാണ് ഭഗവാൻ എനിക്ക് പറഞ്ഞു തന്നത്. ലൈറ്റ് ബോഡി ആക്ടിവേഷൻ ആക്കാനുള്ള ഒരു മെഡിറ്റേഷൻ ഉണ്ട്. നമ്മളൊക്കെ എല്ലാവർക്കും ഒരു കല്ലെടുത്ത് വെച്ചു, ഒരു യോഗപ്രവി എന്ന് പറയുന്നത് ഇതിന് ഒരു കല്ലെടുത്ത് വെച്ചാൽ അത് ജന്മത്തിൽ കിട്ടിയ പുണ്യമാണ്. അത് എത്ര തലമുറകളോളം നമുക്ക് ആലോചിക്കാവുന്ന നമ്മുടെ പരമ്പരയ്ക്ക് ആലോചിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. മോക്ഷ, ജേർണി ടു ദ സെൽഫ്.